47ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 2. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളുമുണ്ട്. 3. മൂലകങ്ങളെ അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. 4. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഉത്തരം ഓപ്ഷൻ ഡി, ഹെൻറി മോസ്ലി. 48ാമത്തെ ചോദ്യം. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോയിൽ നിയമം. 49ാമത്തെ ചോദ്യം. നിർവീര്യ ലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകുന്നു? ഉത്തരം ഓപ്ഷൻ ബി, 7 കുറയുന്നു. 50ാമത്തെ ചോദ്യം. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി, ഡേവിഡ് ബേക്കർ. 51ാമത്തെ ചോദ്യം. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഉത്തരം ഓപ്ഷൻ എ, IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. 52ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. എ. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിലെ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ബി. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്.